കുറെ കമന്റ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ അടുത്തത് ഷെഫി ഒന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ല കേസ്, ഞങ്ങൾ കല്യാണത്തിന്റെ തുടക്കത്തിലൊന്നും പറഞ്ഞില്ലേ. ഇത് എല്ലാരും പിടിച്ചു കെട്ടിച്ചോന്നല്ലേലോ. എന്നോട് മറന്നു ഇതിലൊക്കെ എന്തൊക്കെയോ ഇടാണ്ടായും പൊടികള് ഉണ്ടാക്കൂ. ഒരു ടേസ്റ്റിൽ കഴിക്കാന്ന് വിചാരിച്ച ഇനി സമ്മതിക്കൂലല്ലേ. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? അങ്ങനെ പോണ്. നിങ്ങൾ കൊറേ ആളെ കണ്ടിട്ട്. ഞാൻ 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതെ പുറത്തായി. ഞാൻ സൗദിയിലായിരുന്നു 2 വർഷം. അവിടെ ഭയങ്കര ആഗ്രഹം പോയി കിട്ടാൻ ആഗ്രഹം. അതല്ല, ഞാനേ മറ്റോളെ ആടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ഓളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ 3 കെട്ടിക്കോന്നാ. രണ്ടാക്കപ്പം തല്ലുണ്ടാക്കാം. അപ്പൊ തല്ലല്ലാണ്ടുള്ള ലൈഫില്ല എനിക്ക്, അതിന് വേണ്ടിട്ടാ. ഇനി പിന്നെ തല്ലുണ്ടാകാനാണ് കെട്ടേ ചെയ്യാറുണ്ടാണ്ടെങ്കില് ഞാനേ എന്റെ ഒരു കുടുംബത്തിൽ ഒരാള് പറഞ്ഞിട്ടുണ്ട് ഓളെ മാപ്പിളിനോട്, പിന്നെ ഞങ്ങൾ വേണേ 3 കെട്ടിക്കോളി എന്നാ എനിക്ക് ഒരാളുമായിട്ട് എപ്പോഴും അവിടെണ്ടോ ആ കുറ്റം പറഞ്ഞ് കുത്തിരിക്കാലോ. നാട്ടിൽ പോയി നമ്മളെ വേണ്ടല്ലോ ആവശ്യത്തെ കച്ചറ ഉണ്ടാക്കണേ. അപ്പൊ ഇതാക്കണ രാവിലെ തന്നെ നമ്മള് ഇവിടെ ഇതെന്താ ചെയ്യുമ്പോ ഉണ്ടാക്കണേ? കടലക്കറി ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിങ്ങാണ്ട് ക്ഷമേൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒക്കെ വിചാരിച്ചുണ്ടാക്കുകയാണ്. ക്ഷമേ ഇതിന്റെ കുറച്ച് കടല ഇങ്ങനെ അരിച്ചു വെച്ചതാ. വെന്ത കടല കാബോളി. അപ്പൊ കാബോളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ഷമേ. ഇന്നലെ വിളിച്ചിന്. അപ്പൊ ഇവിടെ എല്ലായിട്ടേക്കും കിട്ടിയില്ല. കാബോളിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കടലക്കറി അങ്ങനെ വലിയ ഇഷ്ടം. മറന്നു ഇതിലൊക്കെ എന്തൊക്കെയോ ഇടാണ്ടായും പൊടികള് ഉണ്ടാക്കൂ. എന്ത് പരിപാടിയും ചെയ്ത ക്ഷമയെ. ഒരു ടേസ്റ്റിൽ കഴിക്കാന്ന് വിചാരിച്ച ഇനി സമ്മതിക്കൂലല്ലേ. അപ്പൊ ഗൈസ്, നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയേണ്ട ഏകദേശം ഒരു സാഹചര്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് പ്രശ്നം. എനിക്കില്ലേ ടേസ്റ്റിൽ കിട്ടണം. ഈ നാശായി ടേസ്റ്റ് വെക്കാം. ഞാൻ ആയൊന്നും അതില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ടേസ്റ്റ് വന്നാലോ ഇതൊന്നും ഇതാണ്ട് നോക്ക്. അപ്പൊ ഗൈസ്, നിങ്ങള് എല്ലാരും ഇവരെല്ലാരും ചോദിക്കുന്ന എന്താ അറിയാ, എല്ലാരും അല്ല കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നിന്നോട് വേറെ കല്യാണം കഴിക്കണോ. അത് എന്തിനാന്ന് വെച്ചാല് കല്യാണം ഇപ്പൊ എന്തിനാ കഴിക്കുന്നത്? നമ്മൾ എന്തിനാ കല്യാണം പറഞ്ഞത്? അത് കല്യാണാണോ? ഡൗട്ട്. പിന്നെ അതൊക്കെ ഇട്ട് ഇറങ്ങുന്ന കാണാനായിക്കോ എന്റെ കല്യാണ വീഡിയോ ഒക്കെ. കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്ന കാണാൻ ഞങ്ങക്ക്. അങ്ങനാണെങ്കില് ഓൻ തന്നെ പറയട്ടെ. ആലോചിക്കാം. എന്താണ് എന്റെ അഭിപ്രായത്തില്? എന്റെ അഭിപ്രായോ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ആരും വരാതെ എനിക്കിങ്ങോട്ട് വരാവോ? പറ്റൂല. വൈമൽക്ക് വന്നിട്ട് തന്നു പോവുക സാധനമൊക്കെ. വെറുതെ വിടൂല. പിന്നെ അന്നമ്മ പറഞ്ഞേ പറഞ്ഞേ ഞാൻ പറയൂല. ഞാൻ പറഞ്ഞ അറിയൂല. ഇങ്ങനൊന്നും അല്ല കേസ്, ഞങ്ങള് കല്യാണത്തിന്റെ തുടക്കത്തിലൊന്നും പറഞ്ഞില്ലേ. ഇത് പിന്നെ വളരായിട്ടുള്ള നിയമങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറെ വാഗ്ദാനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ കുറെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ വാഗ്ദാനങ്ങളൊക്കെ തിരിച്ചെടുത്തെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന്റെ ഉത്തരം ക്ഷമയാണ് പറയേണ്ടത്. പക്ഷെ ഓളെ ആൻസർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്നിട്ടാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാ നമ്മളിപ്പോ കിട്ടണ്ടേ. ചട്ടം നേരാക്കി സത്യാവസ്ഥയ്ക്ക് അറിയൂല അതിനെ പറ്റിയൊന്നും. ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഇനി ആലോചിക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞെടുക്ക്. പിന്നെ കേസ് ആയിഷ ഇവിടെ ഉണ്ട് കേട്ടോ. ആയിഷു ഹായ്. അല്ല കറക്കി ടൈറ്റ് കിട്ടാൻ വേണ്ടിട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്.
ഒക്കെ നന്നായി ടേസ്റ്റ് ഇല്ലാണ്ട് ടൈറ്റ് ഇട്ടിരിപ്പന്റെ കാര്യം തന്നെ. ശരിയാണ്, ചെയ്യാം നമുക്ക്. അപ്പൊ ഗൈസ് എല്ലാരെയും ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ തന്നെ പറയണം എന്നാല്, പിന്നെ അല്ലാണ്ട് ആരാക്കി ഒന്ന് കേൾക്കണേ. അപ്പം കുറെ കമന്റ് ഒക്കെ കാണുന്നുണ്ട് ഇപ്പൊ. അടുത്തത് ഷെഫി ഒന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ആഗ്രഹമില്ലാത്തൊരു പാരാണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലത്തെ കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മള് സംസാരിക്കണ്ടേ? അല്ല, ആഗ്രഹം പറയണം. നിങ്ങൾ അടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ കമന്റ് ചെയ്തത് ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഇപ്പം നിലവിലത്തെ കാര്യങ്ങൾ പറയാം കേട്ടോ. നിലവിൽ നമ്മള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഒന്നുമില്ല. കല്യാണം കഴിക്കണമെന്നും വേറെ കല്യാണം കഴിക്കണമെന്നോ ഉള്ള ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ദിവസം വരെ. കാരണം ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുമ്പോ അത് ഷെമി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോ അല്ലേ? ആ അപ്പോ മാക്സിമം ഞാൻ എന്തായാലും കല്യാണം ഒന്നും കഴിക്കണം എന്ന് ഉദ്ദേശവും ഇല്ല, അങ്ങനെ കഴിക്കാൻ താല്പര്യവും ഇല്ല. കാരണം ഒരു വട്ടം കല്യാണം കഴിച്ച ഒരാള് പിന്നെയും കല്യാണം കഴിക്കുന്നു പറയുമ്പോ അത് എനിക്ക് അറിയൂല. എന്നെ സംബന്ധിച്ച് കല്യാണത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഞാൻ ഇപ്പൊ നിലവിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് നിലവിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നാളെ പരിപാടിക്കാൻ ഒരു കച്ചറ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നടക്കൂല. പക്ഷെ എന്നാലും മാക്സിമം നമ്മള് ഒരിക്കലും ഒരു ഭർത്താക്കന്മാർ, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഭർത്താവായി കഴിഞ്ഞാലും ഒരു ഭാര്യ ഉള്ള സമയത്ത് വേറൊരു എന്താ പറയാ പിന്നെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത് പച്ചക്ക് എന്താ പറയാ ആ പെണ്ണിനെ നിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയല്ല, ഇങ്ങനെ 4 വരെ കെട്ടാന്നുള്ളതിന് എതിർക്കുകയല്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് അത്. ഈ പെണ്ണിനെ ഇപ്പൊ ഞാൻ വേറെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് ഷെമിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ചിലപ്പം തോന്നല്. അപ്പം ഞാൻ എന്റെ കാര്യത്തിൽ അത് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു തീരുമാനം പറയുന്നത് അടുത്ത്. അപ്പോ ഹാപ്പിയായി ജീവിക്കുക. നിങ്ങളെ ദുആ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മതി. പിന്നെ ബാക്കിയൊന്നും ഇപ്പൊ നിലവിലത്തെ കാര്യങ്ങളാട്ടോ. പിന്നെ പറയാ നിലവിലത്തെ അതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കല്യാണം കഴിച്ചതാണ്, ആവശ്യമുണ്ട്. അപ്പം കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങളെ ചോദിക്കുന്നതിനുള്ള കാര്യം എനിക്ക് മനസ്സിലാവായിട്ടല്ല. അല്ല, ഷെമീനെ ഉദ്ദേശിച്ചല്ല. അത് ഷെമീനെ ഉദ്ദേശിച്ചിട്ടോ ഷെമീനോട് ദേഷ്യം പിടിച്ചിട്ടോ അല്ല ഓല ചോദിക്കുന്നത്. ദേഷ്യല്ല, അത് ഓല് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായിക്കണേ. കാരണം ആരായാലും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ വാണ്ടേ കാര്യഗൗരവം ഉള്ളത് കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ എന്തെങ്ങനെ ആയാലും ഞാൻ ഇവിടെ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോയി. ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഒരു അഡ്രസ്സ് മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അപ്പം അതിനുള്ള ആൻസർ കിട്ടി എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. പിന്നെ അതാ കണ്ടില്ലേ, കറിയൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കുരുമുളകൊക്കെ ഇട്ട് നന്നാക്കി. ടേസ്റ്റ് ഉണ്ടോ? ഓ, ഇത് ഗ്രീൻ പീസ് പോലെ ആയിപ്പോയ. എനിക്ക് ഇതല്ലേ വേണ്ടി. ഗ്രീൻ പീസ് എന്ന് പറയാൻ തെറ്റാ. ഗ്രീൻ പീസ് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. കെട്ടിക്കും ഉണ്ടോ? ഷെമി അങ്ങനെ മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മാണം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ കല്യാണം ഉണ്ടാവും. ഇനി ഞങ്ങൾ അന്ന് ഈ വീഡിയോ എടുത്ത് ഇട്ടിട്ടോ. പിന്നെ ഷെമി, ഉപ്പും കാര്യങ്ങളൊക്കെ അധികം ഇടണ്ട, കുറച്ച് മതി. എനിക്ക് ഭയങ്കര ഉപ്പിന്റെ ആളാണ്. നമ്മൾ ചായക്കല്ലേ, അശുവിന് യെല്ലോ ഡേ ആണ്. അപ്പൊ കൊറേ യെല്ലോ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചെല്ലാം നിൽക്കണോക്ക് യെല്ലോ ഡ്രസ് ഇല്ല. ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിക്കണ യെല്ലോ ഡ്രസ് എത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടോയ്സും കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തേക്കാം. മഞ്ഞ കളറിലുള്ള എന്തോ അല്ലേ? ഓരോ ക്ലാസ്സിന് മഞ്ഞാണ് അതേ ടീം. ഷീറ്റ് കീറുന്നത് മാറ്റി. അപ്പൊ ആഴ്ചനെ മാറ്റിക്കേട്ട് എന്നിട്ട് ഇത് എന്തൊക്കെ ഇടാത്തൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ അഭിപ്രായം എന്നിട്ട് പറയാ. നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഫൈനൽ അഭിപ്രായം ആ കൂട്ടത്തിലുണ്ടാവും. ഏതായാലും എന്നാ എടുത്തേക്കുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ എന്തായാലും ആശുവിനെ പറഞ്ഞു വെച്ചിട്ട് കുടിക്കുക ചായ. അതാ നല്ലത്. അല്ലാണ്ട് വർത്താൻ പറഞ്ഞാണ്ട് സ്കൂൾ ബെല്ലടിച്ചു. ഇൻസ്റ്റയിൽ ഇങ്ങനെ ഡെയിലി കോള് വരും. എനിക്ക് കോള് തന്നാ കച്ചറിയാണ്, ഇവക്ക് കോള് വരുന്നതിന് കുഴപ്പം. ആരാ കച്ചറുണ്ടാക്കല്? ഞാൻ അറിയുന്നല്ല കോള് വരുന്നത്. ഇൻസ്റ്റയിൽ എനിക്ക്
അറിഞ്ഞിട്ടല്ലേ കച്ചറുണ്ടാക്കല്. എന്നാലും ആരാണെന്ന് നോക്കി പോണേ. എന്താണിത് ഐശു? ഇത് ടിന്നിലെന്നാ കുഴിക്കലും കഴിക്കലും കുടിക്കലും ഒക്കെ വേഗം തിന്ന്. ഇന്ന് പുതിയ ഡ്രസ് കളർ ഡ്രസ്സാന്ന് ഐശു. കളർ ഡ്രസ്സാ ആണോ? ഏതാ ഇടുന്നത്? പപ്പ കൊണ്ടുവന്നതോ ഇടുന്നത്? മമ്മ വാങ്ങി തന്നതോ ഇടുന്നത്? ഡാഡ വാങ്ങി തന്നതോ? ഇന്നിപ്പോ വീഡിയോ കൊണ്ട് ശരിക്കും ഐശ്വര്യൊന്ന് മാറ്റിക്കാനായി. അതിന്റെ ഡയലോഗ് ഇതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാ, വീഡിയോ എടുക്കുമ്പോ എല്ലാം കൂടി തരും. വീഡിയോ എടുത്ത് കഴിഞ്ഞ അടിയും. അതുകൊണ്ടൊന്ന് ഇതാ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കിക്കുന്നു. എന്നോട് പറയണ്ടേ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കും വേണേ വിളിച്ചോളി. ഇതൊന്നാട് മടക്കിക്കുന്നത് എല്ലാം എന്താ കുറുമ്പുണ്ട്. കുറുമ്പൊന്നുമില്ല, കടിക്കുമ്പോൾ അങ്ങ് പറഞ്ഞോളൂ. ഒന്ന് ഞാൻ കണ്ടു. ഒന്നല്ലല്ലോ, വേഗം നോക്കിന്ന്. ടൈം കുറേ ആയി. ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷേ ടൈമായി. അതെ, ഇനി എനിക്ക് ചായ കുടിക്കാണ്ട് ചായന്റെ ടേസ്റ്റിന് അനുസരിച്ചാണ് നമ്മൾ മറ്റേ ലാസ്റ്റുള്ള റീപ്ലൈ കിട്ടുന്നത്. ഓടി കളിക്കല്ലേ, വേഗം വാ, സമയമില്ല. അങ്ങോട്ടൊന്നും പോവുകയും ചെയ്യല്ല. ഡാഡ നല്ലോണം വൃത്തിയാക്കിട്ടതാ. എന്ത്? ആരാ വാവാ? മുടി കെട്ടാൻ അറിയോ? പക്ഷേ ഇന്നാക്കിക്കോ, ഇന്ന് ചെയ്ത ഉള്ളിലാക്കി. ആരെ? കുഞ്ഞാറ്റന്റെ ബേബിയോ? കുഞ്ഞാറ്റന്റെ ബേബിന് ഇഷ്ടമുണ്ടോ അശോക്ക്? ആരാ ഇഷ്ടം? ഡാഡന് ഇഷ്ടമുണ്ടോ? അക്കിന് ഇഷ്ടമുണ്ടോ? അക്കിന്റെ വേണോ? എന്തെന്നാണ് ചേനെ മാറ്റിച്ചത്? മനസ്സിലായില്ലേ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത്? ഒന്ന് ഇങ്ങോട്ട് വാ. ഇത് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് വായിനുമ്പോൾ എങ്ങനെ മാറ്റിക്കരുത്. ഇത് ഇന്ന ചെയ്യലല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി അയച്ചിട്ടിടാം. അയക്കണോന്നില്ല. ഇന്ന ചെയ്യൽ അങ്ങനെയാണ് ഷെമിയെ. ആണോ? പഠിച്ചു വരുന്നേ ഉള്ളല്ലോ. ഇന്ന ചെയ്യൽ ഇങ്ങനെ കുറച്ചേ ഫുഡ് കഴിച്ചുള്ളൂ കേട്ടോ. എന്തോ കൊറേ കഥ പറഞ്ഞു കൊടുത്തൊക്കെ ഇങ്ങനെ തിന്നിക്കണോ? ഇത് കുറച്ച് ഇങ്ങനെ ഇട്ടേക്കാം അല്ലേ? കുറച്ച് ഞാൻ ആക്കിക്കോളാം. പണ്ട തന്നെ വെട്ടിച്ചല്ലോ ഈ അക്കാര്യത്തില്. മോഡലിന്റെ കാര്യത്തിൽ എന്നെ വെട്ടിച്ചല്ലോ. എത്ര ചിരി വരാത്തത്. എന്റെ മോഡൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാൻ കേട്ടില്ലേ? ഞാൻ ആക്കിക്കോളാം. എന്താ സംഭവം രസമുണ്ട് ഷെമി, നല്ല രസാ ഇല്ലേ? എനിക്ക് നിന്റെ മാറ്റിക്കലും നമുക്ക് പറ്റില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഷെമി വേറെ കെട്ടോണം എനിക്ക് തോന്നുന്നത്. എന്നെ ഇവിടുന്ന് ഒഴിവാക്കാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല ഷെമി, എന്റെ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ ഈ ചോദ്യം? എനിക്കാണ് കുറച്ച് വയസ്സ്, എനിക്ക് വയസ്സ് കുറവാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ എന്താ ചെയ്യാ? സത്യം സിൻസിയർ ആയിട്ടുള്ള ആൻസർ പറയും. നമ്മളിപ്പോ ഒക്കെ അറിഞ്ഞുകൊണ്ടല്ലേ കല്യാണം കഴിച്ചേ? ഞാൻ അതൊന്നും അല്ല ചോദിച്ചു. അല്ല, അറിഞ്ഞുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. ആരും പിടിച്ചു കെട്ടിച്ചോന്നല്ലേലോ. ഇവളെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് അല്ലല്ലോ. അപ്പൊ പിന്നെ കെട്ടൂല. അപ്പൊ പിന്നെ കെട്ടൂല. അല്ല, അല്ലാണ്ട് ഇപ്പൊ നമ്മള് എന്തെന്നോ നമ്മൾ ഇഷ്ടമല്ലാണ്ടൊക്കെ കെട്ടിയാണെങ്കിൽ ഒന്ന് നോക്കാം. കെട്ടാന്നൊക്കെ വിചാരിച്ചു. കെട്ടിയിട്ട് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കെട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ഇഷ്ടം? അങ്ങനൊക്കെ അവിടെ പോകാന്നല്ലാണ്ട് ഇങ്ങോട്ട് കിട്ടില്ല. എന്റെ വായൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എന്തൊക്കെ രീതിയിലുള്ള തൊള്ളുകൾ ഇട്ടിട്ട് അതുപോലെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞോണ്ട് ഇതും കൊറേ ചോദിക്കുന്നുണ്ട് പല ജാതിയിലും. അതല്ല, വീട് പേരിൽ എഴുതി കിട്ടുന്നതിന് അതിനുള്ള കമന്റ് എന്തൊക്കെ നേരൊക്കെ വാവേ ഇതേത്തുള്ള ഞാൻ കമന്റ് നോക്കിയില്ല. അതിന്റെ അതിലെന്തൊക്കെ കമന്റുകൾ ഉണ്ട്. കൊടുക്കണമെന്നും കൊടുക്കണ്ടെന്നും എല്ലാം. അത് എല്ലാത്തിനും പല അഭിപ്രായമാണല്ലോ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നിങ്ങൾ ആ കാര്യമല്ലേ, ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിൽ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൈൻഡ് മാറി കളിക്കുന്ന പോലാണെങ്കിൽ നിങ്ങൾ ശരിക്കും യൂട്യൂബേഴ്സിന്റെ ലൈഫ് നോക്കിയിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതെന്താ അറിയോ? യൂട്യൂബർമാരൊക്കെ വീഡിയോന്റെ താഴത്ത് എത്ര കമന്റ്, പല അഭിപ്രായങ്ങളല്ലേ ഓരോരുത്തരും രേഖപ്പെടുത്തുക. പക്ഷെ ഓൽക്ക് ഓരതായിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് കേട്ടോ. ബാക്കി എല്ലാ യൂട്യൂബേഴ്സിനും ഒക്കെ അറിയില്ല. ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പം നമ്മളെ ഇഷ്ടങ്ങൾ നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാന്നല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്ന ആലോചിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കൂല, അല്ലേ? ടൈം അയക്കുന്നതിന് ആവശ്യം പോയിക്കോട്ടെ. ക്ലാസ്സിലാക്കിയിട്ട് കഴിക്കുക ഫുഡ്.
ഷെഫ് ഇതാക്കണ ഐശുവിനെയൊക്കെ കൊണ്ടാക്കി വന്നതാ ചായ കുടിക്കുക. അപ്പൊ ഇങ്ങനെ കറി, എന്റെ കടലക്കറിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് കേട്ടോ. അതെ ഐശു എന്താ ഇന്ന് കച്ചറൊന്നുമില്ലല്ലോ? സെറ്റാ. ഓക്ക് യെല്ലോ ഡ്രസ് ആയിരുന്നല്ലോ, പക്ഷെ ഓക്ക് യെല്ലോ ഡ്രസ് ഇല്ലായിട്ട് പിന്നെ നമ്മളുള്ളത് ഓക്ക് വെച്ച് യെല്ലോ ഇല്ല, ഓക്ക് റെഡ് ഉണ്ട്. റെഡ് മതിയെന്ന് പറഞ്ഞു. ഓക്ക് കൂടുതലും പിങ്ക്. റെഡ് മതിയേനോ? ജീന് പിങ്ക് അല്ല, പിങ്കും ജീനും. പിങ്കും ജീന്റെ കളറും. അത് രണ്ടാണ് ഇവർക്ക് രണ്ടാൾക്ക് ഇഷ്ടം. പിന്നെ എനിക്ക് ജീനും ആശുവിന് പിങ്കും. പിങ്കും അതിനെ കൊണ്ട് ജീനും കുറെ ഉണ്ട്, പിങ്കും കുറെ ഉണ്ട്. എന്റെ ഇഷ്ടത്തിന് ഇവിടെ പൊതുവേ ഒരു വാല്യൂ ഇല്ലാത്തതും കൊണ്ട് ഏതാ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ്. ഇനി ചില ആൾക്കാരുണ്ട് കേട്ടോ, ഒരു ഉറുപ്പ്യ ചോദിച്ചു കഴിഞ്ഞാല്, അല്ല ചോദിക്കല്ല, ചോദിച്ചാൽ ഇപ്പോഴും കഷ്ടപ്പാട് പറയുമ്പോ എന്നാ ഇങ്ങോട്ട് കേറിയിരിക്കി. എടുക്ക്. എന്നാ എന്നാ നന്നത്തേക്ക് വാ. പഠിച്ചോനെ ഞങ്ങള് കാത്തോളി, ആരും മിണ്ടുന്നില്ല ഇവിടെ. ചായ ഒക്കെ കുടിക്ക്. കറിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കടലേൽ പിടിച്ചില്ല. എന്താ പറയുന്നേ? കടല പിടിച്ചില്ല, എന്തെങ്കിലും ഒന്നില്ലാത്തൊരു കടല കറി കറിയോ. എനിക്ക് മറ്റേ മോഡൽ അത് കൂടുതൽ ഇഷ്ടം. ഇത് കുഴപ്പമില്ല, കുഴപ്പമില്ല പറയാറുത്, അവിടെ കൂട്ടൂല. എനിക്ക് കറിയൊക്കെ എത്ര കുറച്ച് വെച്ചാലും കൊറേ ആയി പോവല്ലോ. ഉച്ചക്ക് നമുക്ക് തന്നെ ആട്ടെടുക്ക ചോറിന്. കടലക്കറിയും ചോറുമോ? അതേതാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ മാറ്റി പറയൂട്ടോ. ഭീഷണിയാ? അതിലാരാ പെടുകന്നറിയോ? ഞാൻ തന്നെ. എന്നിട്ട് സത്യം അങ്ങനെയുണ്ട്. നിങ്ങൾ വിചാരിക്കും കല്യാണം കഴിക്കുന്ന സുഖമുള്ള പരിപാടിയാണ്. കഴിക്കാത്തോലോ, കഴിക്കാത്തോലെ വിചാരിക്കും. അല്ല, ഇനിയിപ്പോ കഴിച്ച പെണ്ണുങ്ങൾക്കും തോന്നും നല്ല സുഖമാണ്, ആണുങ്ങൾക്ക് ഇപ്പൊ എന്തേലും ഒരു കല്യാണം കഴിച്ചാൽ ഒരു കടിച്ചു പൊളിച്ച് നടക്കാറെന്ന് തോന്നും. അതൊക്കെ വെറുതെ തോന്നുകയാണ്. കാരണം ഒരാണിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ആണായി ജനിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവും. ശരിയാണ്, പെണ്ണുങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ എന്നാലും രണ്ടു കൂട്ടർക്കും ഏകദേശമൊക്കെ നല്ല കഷ്ടപ്പാട് തന്നെയാണ്. ഇനി ഞങ്ങൾക്ക് ഈ ഫ്രിഡ്ജിനൊന്ന് മാറ്റണം, അല്ലാണ്ട് നിങ്ങൾ വേറെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും. അതെ, പാത്രം വാങ്ങണോ, ഷെമിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണോ, ഗോൾഡ് വാങ്ങിക്കൊടുക്കണോ, എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ. ഇതൊരു പെണ്ണെട്ടണ കാര്യം ചോദിക്കാനേ ഉള്ളൂ. വിളങ്ങാനും എന്റെ സ്ഥാനത്ത് അതിനെ വിള 8 എണ്ണം കെട്ടേന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെട്ടൂല, അത് 8 എണ്ണം വേണേ കെട്ട. ആ ഇപ്പം പറയും ഞങ്ങളൊക്കെ ഉണ്ടാ ഇപ്പോൾ അത് അതിന്റെ അപ്പുറമൊക്കെ പറയും. അതൊന്നും ഞാൻ വിശ്വസിക്കൂല. അവള് പറയാണേ, ഞാൻ ചോദിച്ചു അവളോട്, ഷെമിനോട് ഞാൻ ചോദിച്ചു, ഇന്റെ സ്ഥാനത്ത് ഇനി അതിനെങ്കിൽ വേറെ കല്യാണം കഴിക്കാനോന്ന് ചോദിച്ചു. ഷെമി അറിയാം, ഇല്ല ഞാൻ കഴിക്കൂല, കാരണം നമ്മ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾ കല്യാണം കഴിക്കുക, പിന്നെ അവർ കഴിക്കൂല. അത് സംഭവം അതില് പറയുന്ന ലോജിക്ക് ഉണ്ടെങ്കിലും ഷെമി അത് പറയുമ്പോ ലോജിക്ക് ഞാൻ കാണുന്നില്ല. ഞാൻ ഒന്നും വിശ്വസിക്കൂല ഷെമി, നീ അങ്ങനെ പറയട്ടെ. ഞാൻ എന്റേതായിട്ടുള്ള തീരുമാനങ്ങളും എന്റെ മനസ്സിലാക്കും. ഞാൻ വെറുതെ പറഞ്ഞ നേരത്തെ ആരൊക്കെ വേണമെങ്കിൽ എല്ലാം പത്തിരിയൊക്കെ തിന്നുന്നുണ്ട്, പോളിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ചൊരു കറി വരുന്നുണ്ട്. കറി 2 പത്തിരിയോട് വേണോ? മതി. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ പേരാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ്. ബൈ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്. ഉറങ്ങല്ലേ, നീക്കല്ലേ, ഗുഡ് മോർണിംഗ്.